ഇറ്റ്സ് മീ സെറ്റ് ലൈക്ക് സജഷൻ. അപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഡ്രസ്സൊക്കെ ചെയ്യുന്ന സമയത്ത് സ്ലീവിൻ്റെ എൻഡിൽ, അതേപോലെ സിഗരറ്റ് ബോട്ടിൻ്റെ താഴത്തെ പോർഷൻസ് ഇട്ട് വരില്ലേ, അവിടെ നെക്കിൻ്റെ പോർഷനിൽ, ബ്ലൗസിൻ്റെ നെക്കിൽ, ഇങ്ങനെയൊക്കെ നമ്മൾ കാണുന്ന ചെറിയ ചെറിയ ബട്ടൺ പോലൊരു സംഭവമില്ലേ, അതിനെയാണ് പോട്ട്ലി ബട്ടൺ എന്ന് പറയുന്നത്. ഈ പോട്ട്ലി ബട്ടൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തെർമോക്കോൾ ചെറിയ ബോൾസ് നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ അങ്ങനെ തെർമോക്കോൾ അങ്ങനെ ചെറിയ ബോൾസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പോട്ട്ലി ബട്ടൺ സിമ്പിളായിട്ട് വേറെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ക്ലോത്തിൻ്റെ എന്താണോ ഡ്രസ്സ് അതിൻ്റെ ബാലൻസ് ക്ലോത്ത് വന്നതെന്ന് ഇതേപോലെ വേസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതൊരു 3-4 പീസ് നമുക്കിപ്പം മതി. ബാക്കി നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതിനകത്തുനിന്ന് കിട്ടിക്കോളും. അപ്പോൾ നമ്മളിതിങ്ങനെ എടുത്ത ശേഷം ഇതിങ്ങനെ കയ്യിലെടുത്ത് പതുക്കെ ഒന്ന് ചുരുട്ടുക. അത് നല്ലപോലെ ഒന്ന് തിരുമ്മിയെടുക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബോളിൻ്റെ ഷേപ്പായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് നല്ല ഇങ്ങനെ കൂർത്തൊന്നും നിൽക്കരുത്. അപ്പോൾ നല്ലപോലെ ഒന്ന് തിരുമ്മിയെടുത്ത ശേഷം ഇതേപോലെ ഒരു പീസിനുള്ളിലോട്ട് വെച്ച് ഇങ്ങനെ ഒന്ന് തിരിച്ചെടുക്കുക. അപ്പോൾ നമുക്കിവിടെ ബോൾ പോലെ ആയിട്ടുണ്ട്. ഇതിനെ നമ്മളൊന്ന് കറക്റ്റായിട്ട് അതായത് നമ്മൾ ഉള്ളി വെച്ച ക്ലോത്ത് ഫുൾ അറ്റത്തോട്ടാക്കിയിട്ട് ഇതേപോലെ ഒന്ന് തിരിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്കിതിനെ അവിടെ ഫിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു നീഡിൽ വേണം. നീഡിൽ നമ്മൾ നൂല് കോർത്ത ശേഷം ഇതേപോലെ ഒന്ന് ഉള്ളിലോട്ട് എടുത്ത ശേഷം പിന്നെ നമ്മൾ ചുറ്റി കെട്ടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചുറ്റി അതിങ്ങനെ കെട്ടുന്ന പോലെ ആക്കിയെടുത്ത ശേഷം നമുക്ക് ഇത് അവിടെ തന്നെ ലോക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ ഒന്ന് കെട്ടിയെടുക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓൾറെഡി അവിടെ നമുക്ക് ടൈറ്റായി. എന്നിട്ട് നമ്മൾ ഈ സൂചി ഇതേപോലെ ഒന്ന് ലോക്കാക്കി കൊടുത്ത ശേഷം ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുക. ഇങ്ങനെ കട്ട് ചെയ്യുന്ന ഈ എക്സസ് ആയിട്ടുള്ള ഭാഗം നമ്മൾ അടുത്തതിന് വേണ്ടി യൂസ് ചെയ്യും. അങ്ങനെ നമുക്കൊരു പൊട്ടി ബട്ടൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള ബട്ടൺസ് ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെയാണ് നിങ്ങൾക്ക് സ്ലീവിൽ വെക്കാനാണോ നെക്കിൽ വെക്കാനാണോ അതിന് എത്ര എണ്ണം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ഒരു കുർത്തിയുടെ നെക്കിൻ്റെ സെൻറ്റർ പോർഷനിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് സെൻറ്റർ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതേപോലെ ഞാൻ ഓരോന്ന് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ കൂടുതലും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രഷർ ഫുഡ് ചേഞ്ച് ചെയ്യണം. ഞാനിവിടെ സിംഗിൾ പ്രഷർ ഫുഡാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ സിബൊക്കെ വെക്കുന്ന സമയത്ത്, ഇൻവിസിബിൾ സിബറൊക്കെ വെക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന സിംഗിൾ പ്രഷർ ഫുഡാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഞാൻ ഒന്നിൻ്റെ മുകളിലോട്ടാണ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. മുകളിലായിട്ടായിട്ട് സ്റ്റിച്ച് വരുന്ന പോലെയാണ്. ഇനി നിങ്ങൾക്ക് ഉള്ളിലേക്ക് സ്റ്റിച്ച് പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഓപ്പോസിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ മുകളിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഓരോരോ ബട്ടണായിട്ട് ഇതേപോലെ ഉള്ളിലേക്ക് എടുത്ത് വെക്കുന്നു. അതിനുശേഷം നമ്മൾ ഇതേപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ലൂപ്പ് ആഡ് ചെയ്തിട്ട് ചെയ്യാം. ഇത് അടുത്തടുത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ അതൊക്കെ നമ്മുടെ ഐഡിയാസാണ്. അപ്പോൾ ഞാനിവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് വീട്ടിലേക്ക് ഇരുന്ന് സ്റ്റിച്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ടെക്നിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. ബൈ ബൈ.